എന്റെ പൊന്നോ എന്തോന്നടേ ഇത്. ഒന്ന് ഇരുന്ന് കാണാൻ സമ്മതിക്കോടെ നിങ്ങള്. വേറെ ലെവലിലുള്ള ഒരു ഗെയിമാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. അർജന്റീന ക്യാപ് വെർദെ മത്സരം 2-3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. അപ്പൊ ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2022 അർജന്റീന വേൾഡ് കപ്പ് നേടുമ്പോൾ ആ ഒരു വേൾഡ് കപ്പിലെ ആ ഒരു നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങളിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം ഒഴിച്ച് ബാക്കി എല്ലാ മത്സരവും ഞാൻ നിന്നുകൊണ്ടാണ് കണ്ടത്. കാരണം ഇരിക്കാൻ പറ്റൂല, കാരണം അതുപോലത്തെ ഗെയിം ആയിരുന്നല്ലോ. ഫൈനൽ ആയാലും നെതർലാൻഡ്സിനെതിരെ ആയാലും എന്തിനും ഓസ്ട്രേലിയക്കെതിരെ പോലും അവസാനം അർജന്റീന ഗോൾ കൺസീഡ് ചെയ്യുമോ എന്ന് വരെ തോന്നിപ്പോയി. എനിക്ക് തോന്നുന്നു 80 മിനിറ്റ് ആയ സമയത്ത് ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവസാനം ഗോൾ അർജന്റീന കൺസീഡ് ചെയ്ത് സമനിലയാകുമോ എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു മാച്ചിൽ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഇത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ട അതേ സാധനം ഇവിടെയും കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വാട്ട് എ പെർഫോമൻസ്! അർജന്റീന മാത്രമല്ല, ക്യാപ് വെർദെയും വേറെ ലെവലിൽ കളിച്ചിട്ടുണ്ട്. അർജന്റീന ക്യാപ് വെർദെ മത്സരം സ്കോർ നോക്കുമ്പോൾ 2-3 അതുപോലെ തന്നെയാണ്. സ്കോർ ഒരു ഇൻട്രസ്റ്റിംഗ് സ്കോർ ആണല്ലോ. അതുപോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് മാച്ച്, ഒരു ഇൻട്രസ്റ്റിംഗ് സ്കോർ, ഒരു കിടിലൻ കളി നമുക്ക് കാണാൻ പറ്റി. എക്സ്ട്രാ ടൈമിന്റെ അവസാനത്തിലാണ് ആ ഒരു വിന്നിംഗ് ഗോൾ തന്നെ വരുന്നത്. അർജന്റീനയെ സംബന്ധിച്ച് ക്യാപ് വെർദെ വേറെ ലെവൽ പെർഫോമൻസ് ഈ മാച്ച് നടത്തിയിട്ടുണ്ട്. അർജന്റീന അനായാസം വിജയിക്കുമെന്ന് വിചാരിച്ച ഒരു മത്സരമായിരുന്നു. വാട്ട് എ പെർഫോമൻസ് ബൈ ക്യാപ് വെർദെ. മത്സരം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 25 മിനിറ്റ് നമ്മൾ നോക്കുമ്പോൾ അർജന്റീന ജസ്റ്റ് ചുമ്മാ തട്ടിമുട്ടി അങ്ങ് കളിക്കുന്നു എന്നതല്ലാതെ ഒരു സോളിഡ് അറ്റാക്ക് ഒന്നും അർജന്റീന ചെയ്യുന്നില്ല. മെസ്സിക്ക് ഒരു അവസരം കിട്ടി, മെസ്സിയുടെ ഒരു ഷൂട്ട് ചെറിയ വ്യത്യാസത്തിൽ വെളിയിൽ പോകുന്ന കണ്ടു. പിന്നെ ഒരു ഫ്രീ കിക്ക് കിട്ടില്ലാനായിട്ട് മെസ്സി എടുത്തു, അത് അവരുടെ കീപ്പർ തടയുന്ന നമ്മൾ കണ്ടു. അങ്ങനത്തെ 2-3 മൂവ്മെന്റ്സ് അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ സെക്കൻഡ് ആ ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടല്ലോ, ഹൈഡ്രേഷൻ ബ്രേക്ക്, അതിനുശേഷം വന്ന അർജന്റീന, ലയണൽ സ്കലോണി എന്താണ് പറഞ്ഞെന്നറിയത്തില്ല, പക്ഷെ ആള് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടീമിന്. അതായത് ആദ്യത്തെ 25 മിനിറ്റ് നമുക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്ലേയേഴ്സ് ഓടുന്നുണ്ടായിരുന്നു, അർജന്റീനയുടെ പല പ്ലേയേഴ്സ് ഓടുന്നുണ്ടായിരുന്നു, ഓടി കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ലോങ് ബോളുകൾ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ആ ഒരു വാട്ടർ ബ്രേക്കിന് ശേഷം വന്ന ആദ്യത്തെ ലോങ് ബോൾ മെസ്സിക്ക് അങ്ങ് വെച്ചു കൊടുത്തു. മെസ്സി എടുത്തു, അങ്ങ് സ്കോർ ചെയ്തു. ഓസീഞ്ഞ കിടിലൻ കീപ്പറാണ്, അതുകൊണ്ട് തന്നെ ഓസീഞ്ഞയുടെ വലയിലേക്ക് ഗോളേ അടിക്കാൻ പറ്റൂലെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സി കുറെ പേർക്ക് വന്നത് ഐഗർ കാസിയസിന്റെ വലയിൽ ഹാട്രിക്ക് നേടിയ മാനാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. കാസിയസിന്റെ വലയിൽ 3 ഗോൾ അടിച്ച ആളാണ്. പിന്നെയാണോ ഓസീഞ്ഞ, ആള് സ്കോർ ചെയ്തു, കിടിലനായിട്ട് സ്കോർ ചെയ്തു. ഓസീഞ്ഞ വേറെ ലെവൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കാം. എന്തായാലും അങ്ങനെ ഒരു ഗോളിന്റെ ലീഡായി. ഫസ്റ്റ് ഹാഫ് സോളിഡ് ആയിട്ട് അർജന്റീന കളിച്ചു. ഞാനും സെക്കൻഡ് ഹാഫ് ഈസി ആയിട്ട് അർജന്റീന തൂക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ ആ ഒരു മൊമെന്റം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കിടിലനായിട്ട് ക്യാപ് വെർദെ കളിച്ചു സെക്കൻഡ് ഹാഫിൽ. ക്യാപ് വെർദെയുടെ തുടരെയുള്ള അറ്റാക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ഗോൾ ഇപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നിയ സമയത്ത് ആ ഒരു ഗോൾ വന്നു. ആരുടെയും മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ പറയത്തില്ല, കീപ്പറിന്റെ മിസ്റ്റേക്കോ ഡിഫൻഡറിന്റെ മിസ്റ്റേക്കോ ഒന്നുമല്ല. അതൊരു ടൈറ്റ് ആംഗിൾ ആണ്, അവിടെ നിന്ന് അടിച്ചു, ചുമ്മാ അടിച്ചതാണ്, അത് കയറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരു പവർഫുൾ സ്ട്രൈക്ക് ആൾ നൽകി, അത് ഈസി ആയിട്ട് അങ്ങ് ഗോളായി. ഡിഫ്ലക്ഷൻ ചെറിയൊരു ടച്ച് എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 1-1 സമനിലയാകുന്നു. 60 മിനിറ്റ് ആകുമ്പോൾ മത്സരം 1-1 സമനില. അതിനുശേഷം അർജന്റീന തുടരെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. ക്യാപ് വെർദെ കിട്ടുന്ന അവസരങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് എങ്ങനെ സമനിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോവാണ്. ഇതിന്റെ ഇടയിൽ കുറെ ഫ്രീ കിക്ക്, കോർണേഴ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം മാറി എടുക്കുന്നു. ഓസീഞ്ഞ സേവ് ചെയ്യുന്നു, ഡിഫൻഡേഴ്സ് മരിച്ചു സേവ് ചെയ്യുകയാണ് ഈ ഒരു ക്യാപ് വെർദെയുടെ. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ മൊത്തം ട്വിസ്റ്റ്. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ഗോൾ സ്കോർ ചെയ്യാണ്. മെസ്സിയുടെ ഒരു കോർണർ, അത് എനിക്ക് തോന്നുന്നു അലക്സിസ് മെക്കാലിസ്റ്റർ ആണെന്ന് തോന്നുന്നു, ഹെഡർ ചെയ്തിരുന്നു. അത് നേരെ ലിസാൻഡ്രോ മാർട്ടിനസിലേക്ക് വരുന്നു. ആള് ഫസ്റ്റ് ടച്ചിൽ തന്നെ അത് വെക്കുകയാണ്, അടിക്കാൻ പാകത്തിന് വെക്കുകയാണ്. എന്നിട്ട് ഇടത് കാല് വെച്ചിട്ട് ഒരൊറ്റ അലക്ക്, അത് ഗോളായി. അതിനുശേഷം ഞാൻ ആ ഒരൊറ്റ ഗോളിന് അങ്ങനെ വിജയിക്കുമെന്ന് വിചാരിച്ചു, 1-2 ഗോളിന് ജയിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വിൻബാക്ക്, അതായത് ഈ ഒരു ക്യാപ് വെർദെയുടെ വിൻബാക്ക് ആയിട്ടുള്ള കബ്രാല, അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ, ആളടിച്ച ഗോൾ. വാട്ട് എ ഗോൾ! എന്താ സാധനം! സെക്കൻഡ് പോസ്റ്റിലേക്ക് കെർവ് ചെയ്ത് അങ്ങ് വിട്ടു. കിടിലൻ ഒരു കിണ്ണം ഗോൾ ആൾ സ്കോർ ചെയ്തു. ഞാനൊക്കെ നെട്ടിപ്പോയി അത് കണ്ടിട്ട്. അങ്ങനെ 2-2 സമനിലയായി.
ഇനി മാച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് തന്നെയാണ്, ഇനി ഒന്നും നോക്കാനില്ല, പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോകുമെന്ന് തന്നെ ഞാൻ കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആകുന്നു. അവിടെയാണ് ആ ഒരു കോർണർ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ഗോളായി കഴിഞ്ഞാൽ അർജന്റീന ജയിച്ചു എന്നത്. അത് അങ്ങനെ ഗോളായി. ആ ഒരു കോർണർ ഓൺ ഗോളായിട്ടാണ് അത് കണക്കാക്കിയിട്ടുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോയുടെ ഹെഡറാണ്, നല്ലൊരു ഹെഡറായിരുന്നു. അത് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്, ഒരു കൈ തട്ടിയുള്ള ഒരു ഡിഫ്ലക്ഷൻ, ക്യാപ് വെർദയുടെ പ്ലെയറിന്റെ കൈ തട്ടിയുള്ള ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്, അത് ഗോളായി. ഡിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ ഒരു പക്ഷെ അത് ഈ ഒരു ക്യാപ് വെർദയുടെ കീപ്പർ സേവ് ചെയ്തേനെ, വാഫീഞ്ഞ സേവ് ചെയ്തേനെ. വാട്ട് എ പെർഫോമൻസ് ബൈ വാഫീഞ്ഞ, വേറെ ലെവൽ പെർഫോമൻസ് ആണ് ആള് ഈ ഒരു മാച്ചിൽ നടത്തിയിട്ടുള്ളത്. വാഫീഞ്ഞെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാച്ചിൽ 8 ഫേവ്, 8 ഫേവ്, എണ്ണം പറഞ്ഞ ഫേവ്. അതായത് ഈ ഒരു മത്സരം എക്സ്ട്രാ ടൈമിന്റെ അവസാനം വരെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം ക്യാപ് വെർദയുടെ കീപ്പറാണ്, വാഫീഞ്ഞയാണ്. വാട്ട് എ പെർഫോമൻസ്. മെസ്സിയുടെ ഫ്രീ കിക്ക്, അതുപോലെ തന്നെ മെസ്സിയുടെ അല്ലാതെയുള്ള കുറെ ഷൂട്ട്സ്, പിന്നെ നമ്മൾ തലങ്ങും വല്ലതും കുറെ അടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. അതെല്ലാം ആള് സേവ് ചെയ്തു, കിടിലൻ പെർഫോമൻസ് ആള് നടത്തി. അവസാനത്തെ ആ ഒരു ഗോള് ക്രിസ്ത്യൻ റൊമേറോയുടെ പേര് വരേണ്ട ഒരു ഗോളായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അതൊരു ഓൺ ഗോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അർജന്റീന 3 ഗോളുകൾക്ക് ജയിച്ചു. അടുത്ത മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഈജിപ്താണ്. അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചു വന്നിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ. അപ്പൊ ഈജിപ്ത് അർജന്റീന മത്സരമാണ് നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത റൗണ്ട് ഓഫ് 16. എന്തായാലും ഈ ഒരു മാച്ചിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അർജന്റീനയ്ക്കും ക്യാപ് വെർദയ്ക്കും തമ്മിൽ ഇടയിൽ ഒരൊറ്റ ഗ്യാപ്പ് എന്ന് പറയുന്നത് ലയണൽ മെസ്സിയാണ്. ഒരൊറ്റ പേരാണ്. മെസ്സി ഇല്ലാത്ത അർജന്റീനയാണ് ഇന്ന് കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരും, തോക്കും, കളി തോക്കും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട, കളി തോക്കും. ലയണൽ മെസ്സിയുടെ മാജിക്, ഫസ്റ്റത്തെ ഗോള്, അതിനുശേഷം അവസാനത്തെ ആ ഒരു 2 ഗോളിനും ആ ഒരു ഇതടിച്ചിട്ടുള്ളത്, അതായത് കോർണേഴ്സ് എടുത്തിട്ടുള്ളത് മെസ്സിയാണ്. മെസ്സിയുടെ കുറെ അറ്റാക്കുകൾ, മെസ്സി നൽകിയിട്ടുള്ള കുറെ പാസസ്. മൊളീഞ്ഞയ്ക്ക് ഒരു ലോങ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മൊളീഞ്ഞയുടെ ഫസ്റ്റ് ടച്ച് പോയി. ഇല്ലെങ്കിൽ അത് ഫസ്റ്റ് ടച്ച് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ബോളായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ മെസ്സി ചെയ്തിരുന്നു. ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് മെസ്സിക്കാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അറിയാലോ, ജയിക്കുന്ന ടീമിൽ മികച്ച പെർഫോമൻസ് നടത്തുന്ന പ്ലെയറിനാണ് നൽകാറ്, അല്ലെങ്കിൽ വഫീഞ്ഞയ്ക്ക് നൽകണമെന്ന് ഞാൻ പറയും. അപ്പൊ അതിന് മാത്രമുള്ള ഒരു പെർഫോമൻസ് അവരുടെ കീപ്പർ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ മെസ്സിയുടെ പെർഫോമൻസിൽ 9 ഷൂട്ട് അടിച്ചിട്ടുണ്ട്, 6 ഓൺ ടാർഗറ്റിലേക്ക് മെസ്സി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മതി എത്രത്തോളം കിടിലനായിട്ടാണ് മെസ്സി മാച്ച് കളിച്ചിട്ടുണ്ട് എന്നത്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ആണ്. ഫസ്റ്റത്തെ മെസ്സിയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയത് മാർട്ടിനസ് ആയിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ഗോൾ നേടി, ആ ഒരു സെക്കൻഡ് ഗോൾ, അർജന്റീനയുടെ സെക്കൻഡ് ഗോൾ എക്സ്ട്രാ ടൈമിൽ നേടിയതും ഇതേ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. 9.3 ആണ് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ റേറ്റിംഗ്. മെസ്സിയുടെ റേറ്റിംഗ് 9.5 ആണ്. വേറെ ലെവൽ പെർഫോമൻസ് ആൾ ഡിഫൻസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. മാർട്ടിനസിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ റൊമേറോയ്ക്കൊപ്പം വളരെ സോളിഡ് ആയിട്ട് രണ്ട് സെന്റർ ബാക്സും ഒരു മിസ്റ്റേക്ക് ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നെന്നല്ല, ഈ ഒരു ടൂർണമെന്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ അർജന്റീനയുടെ ആ ഒരു ഡിഫൻസിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് എല്ലാം ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. സെന്റർ ബാക്സ് ഒരു രീതിയിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല, പൊസിഷൻ ഒരു രീതിയിൽ മാറ്റിയിട്ടില്ല. അവർ പ്രോപ്പറായിട്ട് കളിക്കുവാണ്. നല്ല കോർഡിനേഷൻ ഉണ്ട് അവർ തമ്മിൽ. നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം, ഈ ഒരു അർജന്റീന ടീമിന്റെ ഇതുവരെയുള്ള പെർഫോമൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ എടുത്തു വരേണ്ടത് വഫീഞ്ഞയുടെ പെർഫോമൻസ് ആണ്. വാട്ട് എ പെർഫോമൻസ്. 8.4 റേറ്റിംഗ്, 8 സേവ്, എണ്ണം പറഞ്ഞ 8 സേവ്. 3 സേവ് ബോക്സിനകത്തായിരുന്നു, ബാക്കിയെല്ലാം വെളിയിൽ നിന്ന് കിടിലം ഫേവുകളായിരുന്നു. വേറെ ലെവൽ പെർഫോമൻസ് ആൾ നടത്തി. ആളൊരു വൻമല പോലെ നിൽക്കുമായിരുന്നു അവിടെ. അല്ലെങ്കിൽ ഈ മാച്ച് 90 മിനിറ്റിൽ തന്നെ തീരേണ്ട ഒരു മാച്ചാണ്. അത് എക്സ്ട്രാ ടൈം അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട് വഫീഞ്ഞ, നോ ഡൗട്ട്. അതുപോലെ തന്നെയാണ് അർജന്റീന കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ്. ആൾ അവസാനങ്ങളിൽ, അതായത് ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയില്ലായിരുന്നു കളിയുടെ ആ ഒരു തുടക്കം. ആദ്യപതിയിലൊന്നും ഒരു പണിയും ഇല്ലായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് അവസാനമൊക്കെ ആയപ്പോൾ, എക്സ്ട്രാ ടൈമിലൊക്കെ വന്നപ്പോൾ അവിടെ ആള് മരിച്ചു സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കുറെ സേവ്സ് ഉണ്ടായിരുന്നു, കിടിലൻ ആയിട്ടുള്ള മൂമെന്റ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അറിയാലോ, വേൾഡ് കപ്പ് ഫൈനൽ മുതൽ കാണുന്ന പരിപാടിയാണ്. അവസാന മിനിറ്റ് ആകുമ്പോൾ ഫോമിലേക്ക് എത്തുന്ന എമിലിയാനോ മാർട്ടിനസിന്റെ തകർപ്പൻ സേവുകൾ. അപ്പൊ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആള് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കബറേല ആണ് അദ്ദേഹത്തിന്റെ പേര്. വിങ് ബാക്ക് ആണ് കേട്ടോ. ആ രണ്ടാമത്തെ സമനില ഗോള് ക്യാപ് വെർദയ്ക്ക് വേണ്ടി നേടിയ കബറേൽ. വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ ഗോൾ.
വിങ് ബാക്ക് ആണോ ആലോചിക്കുക, വിങ് ബാക്ക് ആണ്. ഞാൻ ഈ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ 2-3 ഗ്രൂപ്പ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ, ആദ്യത്തെ 2 മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അർജന്റീനയുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ മൊളീഞ്ഞ ആയാലും അതുപോലെ തന്നെ മോണ്ടിയൽ ആയാലും ഒട്ടും മികച്ച പെർഫോമൻസ് അല്ല നടത്തുന്നത്. ഇവർ അറ്റാക്കിംഗ് ബേസ് ആയാലും ശരി, ഡിഫൻസീവ് ആയിട്ടായാലും വളരെ മോശം പെർഫോമൻസ് ആണ്. ഈ മാച്ചിൽ അത് തന്നെയാണ് കണ്ടിരുന്നത്. ഈ ഒരു ഗോളൊക്കെ അടിക്കാൻ വിടരുത്, ആ ഒരു ഏരിയയിൽ നിന്നൊന്നും അടിക്കാൻ വിടരുത്. അവിടെ നിന്ന് സെക്കൻഡ് പോസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ അത് പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് ആ പ്ലെയറിനെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്സ് അവിടെ വരുത്തി. ഒരു മിഡ്ഫീൽഡറാണ് പിന്നെ പോയി മാർക്ക് ചെയ്യുന്നത്, അവിടെ ഒന്നും പിന്നെ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിങ് ബാക്ക് പൊസിഷൻ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു മാച്ചിൽ, അതായത് ഇപ്പൊ 4 മാച്ചിൽ ആദ്യമായിട്ടാണ് ഒരു മാച്ചിൽ ഒരു മിസ്റ്റേക്ക് നമ്മൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന താരത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ മിസ്റ്റേക്ക് ആയിരുന്നു, ഫസ്റ്റ് ഹാഫിലായിരുന്നു. അത് ഒരു ക്രോസ് മാത്രം കൊടുത്തു, അത് കൺവേർട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അല്ലാത്ത വശം ലെഫ്റ്റ് ബാക്ക് ഒക്കെ പക്കാ നിന്നിട്ടുണ്ട്. ആ ഒരു മെദീനയൊക്കെ പക്കാ നിന്നിട്ടുണ്ട്. പക്ഷെ റൈറ്റ് ബാക്ക് പൊസിഷൻ അവിടെ ഭയങ്കര ശോകമാണ്. അറ്റാക്കിംഗ് ആയാലും ഡിഫൻസ് ആയാലും. ഞാൻ കഴിഞ്ഞ മാച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജന്റീനയുടെ മിഡ്ഫീൽഡ് ഒരാവശ്യമില്ലാതെ സ്പേസസ് കൊടുക്കുന്നുണ്ട് എന്നത്. അത് നമുക്ക് ഈ മാച്ചിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലാതെ കുറേ സ്പേസ്, ആ സ്പേസിലേക്ക് പാസ് ചെയ്തിട്ടാണ് അവർ പിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അർജന്റീന കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കണമായിരുന്നു. ഒരു ഗോൾ ലീഡ്, ആദ്യ പകുതിയിൽ ഒരു ഗോൾ ലീഡ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ആ ഒരു ലീഡ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഗെയിം അവിടെ കളിക്കണമായിരുന്നു. അത് കണ്ടില്ല. അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ അവരൊരു ഗോളിന്റെ ലീഡ് വരികയാണ്. അവിടെയും ആ ഒരു ഗോൾ വെച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗെയിം കാണുന്നില്ല. ഗോൾ നേടിക്കഴിഞ്ഞ് ഓപ്പോസിറ്റ് ടീം അറ്റാക്ക് ചെയ്യണം, അവർക്ക് ഗോൾ അടിക്കാനുള്ള, അവർക്ക് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് ഒരു നല്ല പരിപാടിയല്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മാച്ചിലെ സ്റ്റാറ്റ്സിലേക്ക് വരാം. അർജന്റീനയുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 64% ബോൾ പൊസിഷൻ, മറുഭാഗത്ത് 36% ബോൾ പൊസിഷൻ. 3 ബിഗ് ചാൻസസ് അർജന്റീന ക്രിയേറ്റ് ചെയ്തു, അപ്പർ സൈഡ് ഒന്നുമില്ല. പിന്നെ ടോട്ടൽ ഷൂട്ട്സ് അർജന്റീന 22 അടിച്ചിട്ടുണ്ടായിരുന്നു. 22, 10 ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് ക്യാപ് വെർദെ ആണെങ്കിൽ 16 അടിച്ചിട്ടുണ്ടായിരുന്നത്. 5 ഓൺ ടാർഗറ്റിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. 5 ഷൂട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 16 ഷൂട്ട് അർജന്റീനയ്ക്കെതിരെ ക്യാപ് വെർദെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചാൽ മതി. പിന്നെ കോർണർ 2 ടീം 8 ആവശ്യത്തിലധികം അങ്ങ് വാങ്ങി കൂട്ടുന്നുണ്ടായിരുന്നു. കോർണേഴ്സ് 8 കോർണേഴ്സ് വാങ്ങി അർജന്റീന അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ 2 കോർണേഴ്സ് ആണ് ഗോളായി മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അർജന്റീന അത് ഉപയോഗിച്ചു. ക്യാപ് വെർദെക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പാസുകൾ 849 പാസ് ഈ മാച്ചിൽ അർജന്റീന ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പാസ് ഒരു മാച്ചിൽ, സിംഗിൾ മാച്ചിൽ ചെയ്തത് അർജന്റീന ആണെന്ന് തോന്നുന്നു. 849 പാസസ് ആണ് അർജന്റീന ഈ ഒരു മാച്ചിൽ ചെയ്തിട്ടുള്ളത്. 476 പാസസ് ആണ് ക്യാപ് വെർദെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വേറെ ലെവൽ ത്രില്ലിംഗ് ഗെയിം, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരു സൂപ്പർ ഗെയിം നമുക്ക് കാണാൻ പറ്റിയെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട സംഭവം. അപ്പോൾ ക്യാപ് വെർദെയെ കുറിച്ച് അറിയാലോ, 3 സമനിലയായിട്ട് ഗ്രൂപ്പിൽ നിന്ന് അർജന്റീനയ്ക്കെതിരെ റൗണ്ട് ഓഫ് 32 കളിക്കാൻ വന്ന ടീമാണ് ക്യാപ് വെർദെ. എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ്. നിങ്ങൾ അടുത്ത വേൾഡ് കപ്പ് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്ത് വരിക, എനിക്ക് അതേ പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ക്വാളിഫൈ ചെയ്ത് വരിക. ഇനിയും വേൾഡ് കപ്പിൽ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ആ ഒരു ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ ഉണ്ടായിരുന്നു, ഉറുഗ്വേ ഉണ്ടായിരുന്നു, സൗദി ഉണ്ട്. സൗദിക്ക് എത്ര രൂപയാണ് ഫുട്ബോളിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? ഉറുഗ്വേ 2 വേൾഡ് കപ്പ് ഉള്ള ടീമാണ്. സ്പെയിൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ടീമുകൾക്കെതിരെ സമനില പിടിച്ചിട്ട് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപ് വെർദെ റൗണ്ട് ഓഫ് 32 വരുന്നത്. എന്നിട്ട് അർജന്റീനയെ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അർജന്റീന നന്നായിട്ട് കളിച്ചു കേട്ടോ. അർജന്റീന നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ക്യാപ് വെർദെ നന്നായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ചിലർ പറയാം ക്യാപ് വെർദെ ഫുള്ള് ഡിഫൻസ് ആയിരുന്നില്ലേ എന്ന്. അവർ വേറെ എന്താ ചെയ്യുക? അവരുടെ ആ ഒരു സ്ക്വാഡ് ഡെപ്ത്, ആ ഒരു സ്ക്വാഡിന്റെ സൈസൊക്കെ വെച്ചിട്ട് പ്ലേയേഴ്സിന്റെ, അറിയാലോ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണോ ഈ ക്യാപ് വെർദെയിലുള്ള പ്ലേയേഴ്സ്? അവരുടെ കീപ്പർ ഉൾപ്പെടെ ഒരു 4-5 പ്ലേയേഴ്സിന് ടീമില്ല, ഒരു ടീമിലും ഇല്ല. അവർ മനസ്സിലാകുന്നുണ്ടോ? ഫ്രീ ഏജന്റ് ആണ്, അങ്ങനത്തെ പ്ലേയേഴ്സ് ആണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഇല്ല. അപ്പോൾ അവർ ഡിഫെൻസീവ് ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അത് അവർ ചെയ്തു. വേറെ ലെവൽ ഗെയിം. ഞാൻ അടുത്ത വേൾഡ് കപ്പിൽ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഇവരുടെ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചസിലെ അപ്ഡേറ്റ്സ് എന്തായാലും എൻ്റെ ചാനലിൽ കൊടുക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ പറയാ. എന്തായാലും ഇനി അങ്ങോട്ട് തീ പാറാൻ പോവാണ് വേൾഡ് കപ്പിൽ. കാരണം റൗണ്ട് ഓഫ് 16 ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്.
ഇനി അങ്ങോട്ട് തീ പാറും, ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സാർ.